പടം ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടല്ലോ. സംഭവം തിരുവനന്തപുരം കിടക്കിയിട്ടുണ്ട്. സുരാജ് ചേട്ടനും പൊളിച്ചു. എങ്ങനെയുണ്ട്? നിങ്ങൾ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ കാണാത്തവർ കാണണം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. കാണാൻ പറ്റിയ പടമാണ്. എല്ലാം കുറെ ന്യൂ കമ്പോസ് ഒക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. സന്തോഷം. അതെ, പാവം. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്തിനാ അടി കിട്ടിയെന്നൊക്കെ അങ്ങനെല്ലാം അറിയാൻ പറ്റുമോ? അതായത് നല്ലൊരു ഫാമിലി ഡ്രാമയാണ്. ഫാമിലിക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. സിനിമ നല്ല എക്സ്പീരിയൻസ് ആണ്. സിനിമ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഫാമിലിക്ക് പറ്റിയൊരു സിനിമയാണ്. അപ്പൊ എല്ലാരും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണുക. അവരുടെ ക്ലാഷ് ഒക്കെ സിനിമയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച്. സോ സിനിമ കാണുക. എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ക്യാമറയൊക്കെ പ്ലേസ് ചെയ്യുന്ന സമയത്ത്, ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള ചില ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ വിജയേട്ടൻ്റെ അടുത്ത് നിന്നൊക്കെ കുറേ എന്താ സജഷൻസ് ഒക്കെ തന്നു ആണ്. അപ്പം അതുകൊണ്ട് ചില സീൻസ് ഒക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രേക്ഷകരോട് പറയണത് ഒറ്റ കാര്യമില്ലേ, തിയേറ്റേഴ്സിൽ തന്നെ വന്ന് നടന്ന സംഭവം കാണുക, സപ്പോർട്ട് ചെയ്യുക. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. കണ്ടിരിക്കേണ്ട സംഭവം തന്നെയാണ്. അടിപൊളി. നിങ്ങളൊരു ഗ്യാങ് ഓഫ് ഗേൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ശരിക്കും ഒരു എൻജോയ് ചെയ്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത്. മൊത്തത്തിൽ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ബിഷേനാണെങ്കിലും ഞങ്ങൾക്ക് ഹെൽപ്പ് ഒക്കെ ചെയ്തു, ഒരുപാട് പറഞ്ഞൊക്കെ തന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താങ്ക് യു. എന്തോ പിന്നെ ഒരുപാട് സന്തോഷം. ശരിക്കും ഇത് കാണേണ്ട സംഭവം തന്നെയാണ്. തിയേറ്ററിൽ പോയി എല്ലാവരും, കാരണം ഇത് ഫാമിലി ആയിട്ടും കാണാൻ എന്റർടൈനിങ് ആണ്. കോമഡി ഉണ്ട്. എല്ലാ രീതിയിലും തിയേറ്ററിൽ പോയി തന്നെ കാണണം. പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ ക്രൂ അടിപൊളിയായിരുന്നു. എല്ലാവരോടും കൂടി ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം സുരാജ് ചേട്ടനാണെങ്കിലും ചേട്ടനായിട്ടാണെങ്കിലും ഭയങ്കര ഫാമിലി പോലെ ആയിരുന്നു മൊത്തത്തിൽ പോയത്. സോ കണ്ടിറങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. പടം നിങ്ങൾക്ക് ഇഷ്ടമായോ? സന്തോഷമുണ്ട്. എല്ലാവർക്കും സന്തോഷമുണ്ട്. സ്ക്രീനിൽ കാണുമ്പോൾ ഓരോ സമയം കാണുമ്പോഴും സന്തോഷമാണ്. അപ്പം പാൽത്തു ജാൻവറിന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കുറേ മുമ്പേ ചെയ്തതാണ്. അപ്പോൾ കുറച്ച് നാള് നമ്മൾ ആ വില്ലകളിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ടുള്ള ആ ഒരു കണക്ഷനും എല്ലാം നല്ലതായിരുന്നു. പിന്നെ വിജയേട്ടനായിട്ട് സുരാജ് ലിജോ മോളൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അവർ എന്തായാലും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളെല്ലാരും കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. സംഭവമാകട്ടെ. സന്തോഷം. പടം നല്ല ക്ലാസ് പടം. നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ്. ഒരു നിമിഷം പോലും നമുക്ക് തന്നെ ബോറടിക്കാതെ കാണാൻ പറ്റുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല ഹ്യൂമറായിട്ടുള്ള കുറേ സീൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ആ ഒരു സംഭവത്തിനെ നല്ല ഭംഗിയായിട്ടൊരു സിനിമ ആക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്. നല്ല എക്സ്പീരിയൻസ്. സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എന്നെ. അതേപോലെ തന്നെ പടം ഞാനിപ്പോഴാണ് കാണുന്നത്. കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ആ ഒരു എല്ലാ എലമെന്റ്സും ഉണ്ടല്ലോ. ഇപ്പോൾ ഫൈറ്റ് ആണെങ്കിൽ അതും എന്റർടൈനർ ആണ്, ഫൺ ഫാമിലി എന്റർടൈനർ ആണ്. ബിജു ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു മെമ്മറീസ് എല്ലാം ഇങ്ങനെ വന്ന് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മൊമെന്റില്. അപ്പൊ എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാ. ഞാനും കൂടിയുള്ള മൂവിയാണ്. നല്ല എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, 2 മണിക്കൂർ സിനിമ ഉള്ളൂ. പക്ഷെ നമ്മൾ ബോറടിപ്പിക്കാതെ എന്ന് വെച്ചാൽ ഞാനൊരു പാർട്ടായതുകൊണ്ട് ഇങ്ങനെ സമയം പോയതാണോ വെച്ചാൽ അടുത്തുള്ളവരടുത്തൊക്കെ ചോദിച്ചു. പക്ഷെ നമുക്ക് ഷോർട്ടായിട്ട് കാര്യങ്ങൾ, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് നല്ലൊരു മെസ്സേജാണ് ഈ മൂവിയിലുള്ളത്. എന്തായാലും പിന്നെ ഞാനൊരു ഭാഗമായത് എനിക്ക് ഇന്റർവ്യൂ വരെ അങ്ങനെ ഒരു സമയം പോയി. രണ്ടുപേരുടെ കൂടി കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. കൊച്ചിയിൽ തന്നെയായിരുന്നു.
കൂളാണ്, ഭയങ്കര കൂളാണ് രണ്ടുപേരും. നമുക്ക് അവരുടെ കൂടെ നിൽക്കുമ്പോ ടെൻഷനൊന്നുമില്ല, സത്യം സീരിയസ് ഒരു ടെൻഷനും ഇല്ല. നന്നായിട്ട് ചെയ്യാൻ പറ്റും അവരുടെ കൂടെ. നല്ല സപ്പോർട്ട് പറഞ്ഞാൽ അവര് നമ്മളെങ്ങനെ എന്താ പറയാ, ഒന്നും പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കുക, നമ്മള് റീടേക്ക് വന്നാലോ അവരെ മൂഡ് ചേഞ്ച് ആവുക അങ്ങനെയൊന്നും ചെയ്തിട്ട് നമ്മൾക്ക് ഒരു സ്ട്രെസ്സും തരില്ല. നമ്മൾ കൂളാക്കി തരും, ചെയ്തോ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. ഭയങ്കര അടിപൊളിയായിരുന്നു. ഓഡിഷൻ ഉണ്ടായിരുന്നു, ഓഡിഷൻ വഴി കിട്ടി തന്നെയാണ്. അപ്പോ ഡയറക്ടർ ഓഡിഷൻ കഴിഞ്ഞ് അങ്ങനെ സെലക്ട് ആയതാണ്. ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിരുന്നോ? ഓക്കെ. എനിക്ക് മുന്നോട്ട് പോവാനുള്ള ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അടിപൊളിയാണ്. ഇവിടെ നടന്ന സംഭവം തന്നെയാണ്, കണ്ടിരിക്കേണ്ടതുമാണ് കേട്ടോ. ബിജു മേനോനും സുരാജ് പോയെല്ലാം നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, നല്ല പടം കേട്ടോ. ഫാമിലി ആയിട്ട് കണ്ടിരിക്കേണ്ട പടം. നല്ല സിനിമയാണ്, നല്ലൊരു ഫാമിലി എന്റർടൈനറാണ്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ശരിക്കും നമ്മൾ മലയാളം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ബിജു മേനോന്റെ ഒരു പ്ലോട്ടും, ആ പ്ലോട്ടിൽ ഗംഭീരമായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം നല്ല ബിജു ചേട്ടനും സുരാജ് ചേട്ടനും ആക്ടേഴ്സ് എല്ലാം നല്ലൊരു ഫാമിലി എന്റർടൈനറാണ്. എന്തായാലും നമ്മുടെ കേരള സൊസൈറ്റിയിലെ ഫാമിലി പടം അടിപൊളിയായിരുന്നു. പിന്നെ ബിജുചേട്ടന്റെയും സുരാജേട്ടന്റെയും പെർഫോമൻസ് ലെവൽ നോക്കുമ്പോൾ രണ്ടുപേരും പൊതുവെ നമുക്ക് അറിയാലോ, അവരെ കൈ കൊടുത്തു കഴിഞ്ഞത് ആ ആറാടി തീർക്കും. അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ സുരാജേട്ടന്റെ ഒക്കെ നമുക്ക് പുള്ളിയുടെ ക്യാരക്ടറിനോട് ഒരു ദേഷ്യം തോന്നും, പക്ഷെ അത് തന്നെയാണ് ആ ക്യാരക്ടറിന്റെ വിജയം. അപ്പൊ എന്തായാലും തിയേറ്ററിൽ തന്നെ എല്ലാവരും വന്ന് കാണാം, മിക്കവർക്കും ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരാൾക്കൊരടി കുറഞ്ഞു, ഒരടിയിൽ ഒതുക്കിപ്പോയതാ സംഭവം. കാണണം കുറെ കുളക്കോഴികൾ. നല്ലതായിരുന്നു. പാർട്ട് 2 നല്ല രസമായിരുന്നു. നല്ല പടമാണ്, കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. പടം കുഴപ്പമില്ല, നല്ല പടം, അടിപൊളിയായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടിയാൽ നല്ലൊരു ഫീലാണ്. നല്ല പടം, കോമഡി ആയിട്ട് നല്ല ഡിങ്കൻ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ച്, പിന്നെ ബിജു മേനോനും നല്ലതായിട്ട് അഭിനയിച്ച്, കോംബോ നല്ലതാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പൊ ഈ പടം എല്ലാരും വന്ന് കാണട്ടെ, അഭിപ്രായം പറയട്ടെ. ഈ പടം നല്ലപോലെ വിജയിക്കട്ടെ. അപ്പൊ കാണാം. ഓക്കെ. നല്ലൊരു മെസ്സേജ് തന്നെ ഒരു പടം. വേറെ ഒന്നല്ല, ഇത് കുടുംബങ്ങൾ ഈ വാട്സാപ്പ് ഉണ്ടല്ലോ നമ്മളെ, ആ വാട്സാപ്പിൽ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യണവർക്കുള്ളൊരു സന്ദേശം ഈ സംവിധാനം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ മെസ്സേജുകൾ കൊണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ മെസ്സേജുകളും വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് മറ്റേ ഗ്രൂപ്പുകളിലുണ്ട്, അവർക്കുള്ളൊരു ഗുണപാഠമാണ് ഈ സിനിമ. എന്തായാലും നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്, കോമഡിയാണ്, എല്ലാവർക്കും നല്ല രസമായിട്ട് നിന്ന് കാണാൻ പറ്റിയ സിനിമ. നമ്മൾ മികച്ച ആർട്ടിസ്റ്റുകൾ ബിജു ചേട്ടനും സുരേഷ് ചേട്ടനും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം നന്നായിട്ടുണ്ട്. അവര് ഒന്നും പറയാനില്ല, അവര് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നേർക്കുള്ള പോരാട്ടം നന്നായിട്ടുണ്ട്.